ഹായ് ഡേയ്സ്, അസ്സാം വലൈക്കും. ലാമിസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു വൈകുന്നേരത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആ മക്കൾ കറിക്കും വേണ്ടിയിട്ട് ഉള്ളി തെളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. സംഭവത്തിൽ ചെറിയോളം നോമ്പ് നോറ്റിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉറക്കപ്പിച്ചിലിരുന്നിട്ട് ഇതാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈവനിങ്ങിൽ നേരെ മുട്ടമാല ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എഗ് വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലാക്കിയിട്ട് ഷുഗർ സിറപ്പിലോട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു കുറച്ചൊന്ന് ഇതായി വരുന്ന സമയത്ത് എന്താക്കാം, നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയുടെ മഞ്ഞയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളയിലോട്ട് കുറച്ച് പാൽപ്പൊടി, അതുപോലെ ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ ആ ഷുഗർ സിറപ്പ് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വെന്ത് വരട്ടെ, കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാണ് നമ്മൾ മുട്ടയുടെ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് യെല്ലോ അതിൽ പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നോമ്പ് തുറക്കുമ്പോൾ അറിയാം എന്താ അതിൻ്റെ പാട് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞോട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നമ്മൾ ചിക്കൻ പക്കവടക്കുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ തണ്ണിമത്തൻ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വേറെ എന്താ ഉള്ളതെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ തണ്ണിമത്തന് കുറച്ചെടുത്തിട്ടൊന്ന് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തണ്ണിമത്തന് ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചൂടത്ത് നല്ലതാണല്ലോ. അപ്പോൾ അതുപോലെ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നേരെ നമ്മൾ സ്ട്രോബെറി ഉണ്ടായിരുന്നു, അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി പാലും പഞ്ചസാരയും കൂട്ടി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടോ. പിന്നെ ഞാൻ ഇന്നലത്തെ നമ്മളെ പൈനാപ്പിളിൻ്റെ ചെറിയൊരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ തണ്ണിമത്തൻ്റെ കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നേരെ പോയിട്ട് നമ്മൾ ചിക്കൻ പക്കവട ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കിടന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് അധികം ഓവർ മധുരമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. പൊതുവേ നമുക്ക് കഴിക്കാൻ വേണ്ടി വരില്ല, വെള്ളമായിരിക്കും കൂടുതൽ വേണ്ടി. അപ്പം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഞാൻ എരിവുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ചിക്കൻ പക്കവട റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ സാധാ പക്കവടയിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ മാറ്റിയിട്ട് ചിക്കനും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ ചിക്കൻ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരെ പോയിട്ട് കറി വെക്കാനായി പോയിട്ടോ. അപ്പോൾ കറി വെക്കാൻ ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ അവിടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈവനിങ് ആയ ഇക്ക ഉണ്ടെങ്കിൽ ഇക്കായും മക്കളൊക്കെ പാടെ അടുക്കളയിൽ നമുക്ക് ഹെൽപ്പിങ്ങിനായിട്ടുണ്ടാവും. നമ്മൾ ഒറ്റക്കല്ല, അപ്പോൾ നമുക്കൊരു മടുപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റുള്ള വീഡിയോയിൽ കാണാതിരിക്കുമ്പോൾ